അപ്പോൾ ഭയങ്കര ഒരു പ്രസ്താവനയാണ് ലേയ പറയുന്നൊരു കാര്യം. ആ സ്ത്രീ പ്രസവിക്കാൻ തയ്യാറായത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ വളരെയധികം ഇവിടെ ഒരു സഹോദരിമാരും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ ലേയ പ്രസവിച്ചത് അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ ആഗ്രഹിച്ചത് പോലും ഈ തലമുറയ്ക്ക് വേണ്ടിയല്ല, അതിനേക്കാൾ ഉപരി തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തനിക്ക് ലഭിക്കണം, തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടണം. അതുപോലെയാണ് നമ്മളിവിടെ ആയിരിക്കുമ്പോൾ നമ്മളെ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമ്മൾ ശുശ്രൂഷിക്കുന്നതും നമ്മൾ നിൽക്കുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനം വേറൊന്നല്ലായിരിക്കണം. നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം കർത്താവിൻ്റെ സ്നേഹം എനിക്കുണ്ടാകും. യേശുവിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം കിട്ടാനാണോ, ആ ദൈവത്തിൽ നിന്നും എന്തെങ്കിലും പ്രാപിക്കാനാണോ, അതോ നിങ്ങൾക്ക് ഈ ലോകപരമായ എന്തൊക്കെ ആവശ്യങ്ങളുടെ വിടുതലിന് വേണ്ടിയാണോ ഇരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ ആരാധിക്കുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നതും നിങ്ങൾ ഇവിടെ ചെയ്യുന്ന ഓരോ പ്രവർത്തികളുടെയും നിങ്ങളുടെ ഉള്ളിലെ ഒരൊറ്റ ലക്ഷ്യം, എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടം എനിക്ക് നേടണമെന്നൊരൊറ്റ ലക്ഷ്യം നിങ്ങൾക്കുണ്ടാകണം. യേശുവിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനുഷ്യന് വേണ്ടി ചെയ്യുന്നതൊക്കെ വെറുതെയാണ്. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ആയിരിക്കണം നിങ്ങളെല്ലാം ചെയ്യേണ്ടത്.